സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യാൻ രണ്ട് രീതികളുണ്ട്. ഫങ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ ആൻഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈൻ. രണ്ട് രീതികളും വളരെ വ്യത്യസ്തമാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനികൾ കൂടുതലും ഈ രണ്ട് രീതികളാണ് ചെയ്യാറുള്ളത്. ഫങ്ഷൻ ഓറിയന്റഡ് ഡിസൈനിനകത്ത് ഒരു സിസ്റ്റത്തെ, ഒരു പ്രോബ്ലത്തെ കുറേയധികം ഫങ്ഷൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ആദ്യം ഹൈ ലെവൽ വ്യൂ ആണ് കാണിക്കുന്നത്. അതിനുശേഷം ഹൈ ലെവലിൽ നിന്നും പതുക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യൂ കാണിച്ചുകൊണ്ടാണ് ഫങ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ ചെയ്യുന്നത്. ഒരു ഫങ്ഷന് കുറേയധികം സബ് ഫങ്ഷൻസ് ഉണ്ടാകും. ഈ സബ് ഫങ്ഷൻസിനെ കണ്ടെത്തലും ഫങ്ഷൻ ഓറിയന്റഡ് ഡിസൈനകത്താണ് ചെയ്യുന്നത്. കുറേയധികം മെത്തേഡുകൾ ഫങ്ഷൻ ഓറിയന്റഡ് ഡിസൈനകത്ത് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈനകത്ത് ഒരു പ്രോബ്ലത്തെ ഡിഫൈൻ ചെയ്യാനായി കുറേയധികം ക്ലാസ്സസ് കാണിക്കുന്നു. ആ ക്ലാസ്സസ് തമ്മിലുള്ള ബന്ധം കാണിക്കുന്നു. അതേപോലെ കുറേയധികം ഡയഗ്രാംസ് ഇതിനു വേണ്ടിയിട്ടുണ്ട്. ആ ഡയഗ്രാംസ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ക്ലാസ്സസിനെയും വ്യക്തമായി ഡിസൈനകത്ത് കാണിക്കുന്നു. ഇതാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈൻ അകത്ത് ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി UML ഡയഗ്രാംസ് ആണ് പ്രധാനമായും ഉള്ളത്. ഫങ്ഷൻ ഓറിയന്റഡ് ഡിസൈനിൽ ഉപയോഗിക്കുന്ന രണ്ട് സ്റ്റെപ്പുകളാണ് സ്ട്രക്ചർഡ് അനാലിസിസ് ആൻഡ് സ്ട്രക്ചർഡ് ഡിസൈൻ. സ്ട്രക്ചർഡ് അനാലിസിസിനകത്ത് ഓരോ ഫങ്ഷനും എടുത്ത് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നു. അതിനുശേഷം അതിനകത്തുള്ള ഡാറ്റ ഫ്ലോ കൂടി റെപ്രസെന്റ് ചെയ്യുന്നു. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പല ചാർട്ടുകളും ഉപയോഗിക്കുന്നുണ്ട്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ഡാറ്റ ഫ്ലോ ഡയഗ്രാം തുടങ്ങിയ ഡയഗ്രാംസ് ആണ് സ്ട്രക്ചർഡ് അനാലിസിസിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഓരോ ഫങ്ഷനും ഡീറ്റെയിൽഡ് ആയി പല ലെവലുകളായി, അതായത് ആദ്യം ഹൈ ലെവൽ ഡിസൈൻ, അതിനുശേഷം താഴോട്ട് വന്ന് അതിൻ്റെ മുഴുവൻ ലെവൽ ഓഫ് ഡിസൈൻസും കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലാണ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത്. സ്ട്രക്ചർ ഡിസൈനകത്ത് ചെയ്യുന്നത് സിസ്റ്റത്തിനകത്തുള്ള എല്ലാ മൊഡ്യൂൾസിനെയും കാണിക്കുക. അതിന് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്നാണ് സാധാരണ പറയുന്നത്. എല്ലാ മൊഡ്യൂൾസിനെയും ഒരുമിച്ച് കാണിക്കുന്നതിന് ആ മൊഡ്യൂൾസ് തമ്മിലുള്ള ബന്ധം, ആ മൊഡ്യൂൾസ് തമ്മിൽ പാസ് ചെയ്യുന്ന ഇന്റർഫേസസും അതിന്റെ ഡാറ്റ ഇന്ററാക്ഷൻ ഇതെല്ലാം കാണിക്കുന്നതാണ് സ്ട്രക്ചർ ഡിസൈൻ നടത്താം. അതിനു വേണ്ടിയിട്ടും കുറേയധികം ചാർട്ടുകളുണ്ട്, ഡയഗ്രാംസ് ഉണ്ട്. സ്ട്രക്ചർ ചാർട്ടെല്ലാം അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് സ്റ്റെപ്പുകളിലായിട്ടാണ് സ്ട്രക്ചർ അനാലിസിസ് ആൻഡ് ഡിസൈൻ ചെയ്യുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഡീറ്റെയിൽ ഡിസൈൻ ചെയ്യുന്നത്. സാധാരണ സ്യൂഡോ കോഡ് ഡിസ്ക്രിപ്ഷൻ അവിടെ ചെയ്യുന്നത്. അതിനകത്ത് സ്ട്രക്ചർഡ് ഇംഗ്ലീഷോ അല്ലെങ്കിൽ സ്യൂഡോ കോഡോ പോലെയുള്ള ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഡാറ്റ ഫ്ലോ ഡയഗ്രാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ ഡയഗ്രാമാണ്. അതുപയോഗിച്ചുകൊണ്ട് ഒരു സിസ്റ്റത്തിൽ വരുന്ന ഇൻപുട്ട്, അതിൽ നടക്കുന്ന പ്രോസസ്സിംഗ്, ഡാറ്റ പ്രോസസ്സിംഗ്, അതിനുശേഷം അതിലെ ഔട്ട്പുട്ട് ഡാറ്റ, ഇതെല്ലാം വളരെ വ്യക്തമായ രീതിയിൽ 5 സിമ്പിളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാണിക്കാൻ കഴിയും. പിന്നെ ഡാറ്റ ഫ്ലോ ഡയഗ്രത്തിൽ തന്നെ പല റെപ്രസെന്റേഷൻസ് ഉണ്ട്. അതിലൊരു പർട്ടിക്കുലർ റെപ്രസെന്റേഷൻ ഞാൻ പറയുന്നതാണ്. വേറെയും ചില റെപ്രസെന്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പർട്ടിക്കുലർ റെപ്രസെന്റേഷനകത്ത് പ്രധാനമായും 5 സിമ്പിൾസ് ആണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഒരു ഡാറ്റ ഏറ്റവും സിമ്പിളായി അതിൻ്റെ അബ്സ്ട്രാക്ട് ലെവലിൽ കാണിച്ച് ഏറ്റവും എളുപ്പമായ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് അബ്സ്ട്രാക്ട് ലെവൽ. ഏതൊരാൾക്കും ആ സിസ്റ്റം കണ്ടു കഴിഞ്ഞാൽ സിസ്റ്റത്തെ കുറിച്ചൊരു ഐഡിയ കിട്ടാനായിട്ടാണ് ഏറ്റവും അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലെവൽ കാണിക്കുന്നത്. അതാണ് ഹൈറാർക്കി ലെവലിൽ ഏറ്റവും ആദ്യമായി കാണിക്കുന്നത്. അതിനുശേഷമാണ് അടുത്ത ഹൈറാർക്കി ലെവലിലാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണിച്ച് താഴോട്ടുള്ള ലെവൽസ് കാണിക്കുമ്പോൾ ഓരോ ഫംഗ്ഷനെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഡാറ്റ ഫ്ലോ ഡയഗ്രത്തിൽ ഉപയോഗിക്കുന്ന ആദ്യത്തെ സിമ്പിളാണ് സർക്കിൾ. ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ ഒരു സർക്കിളായിട്ട് രേഖപ്പെടുത്തുന്നത്. ഇതിനെ ബബിൾ എന്നും പറയാറുണ്ട്. ബബിളിനകത്ത് നമ്മൾ ഓരോ ഫംഗ്ഷനും സിസ്റ്റത്തിൽ വരുന്ന ഓരോ ഫംഗ്ഷനുമാണ് സാധാരണ കാണിക്കാറുള്ളത്. ഫോർ എക്സാമ്പിൾ ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നമുക്ക് വേണമെങ്കിൽ സെർച്ച് ബുക്ക്, ഒരു ബുക്ക് സെർച്ച് ചെയ്യണം. അപ്പോൾ ആ ബുക്ക് സെർച്ച് ചെയ്യുന്നതിന് നമുക്ക് സെർച്ച് ബുക്കായിട്ട് ഒരു പ്രോസസ്സായി ബബിൾ സർക്കിളായിട്ട് നമുക്ക് കാണിക്കാവുന്നതാണ്. രണ്ടാമത്തെ സിമ്പിൾ എക്സ്റ്റേണൽ എൻറ്റിറ്റി സിമ്പിൾ ആണ്, റെക്ടാങ്കിൾ. അപ്പോൾ റെക്ടാങ്കിൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അത് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെടുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻറ്റിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർ. സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ ആരൊക്കെയാണ് ഇൻപുട്ട് കൊടുക്കുന്നത്, ആരൊക്കെയാണ് സോഫ്റ്റ്വെയറിൽ നിന്നും ഔട്ട്പുട്ട് സ്വീകരിക്കുന്നത്, ഇതുപോലുള്ള മറ്റുള്ള ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഇതെല്ലാം എക്സ്റ്റേണൽ എൻറ്റിറ്റി സിമ്പിൾ ആയിട്ടാണ് വരിക. അതായത് സോഫ്റ്റ്വെയറുമായി ഇന്ററാക്ട് ചെയ്യുന്ന മറ്റുള്ള സോഫ്റ്റ്വെയറുകളും അതുപോലെ ഹാർഡ്വെയർ ഭാഗങ്ങളും ഇവിടെ എക്സ്റ്റേണൽ എൻറ്റിറ്റി ആയിട്ടാണ് സൂചിപ്പിക്കുന്നത്. പ്രധാനമായും വരുന്നത് ഫിസിക്കൽ എൻറ്റിറ്റീസ് ആണ്. ഓരോ ലൈബ്രറിയിലാണെങ്കിൽ ലൈബ്രറിയാണ് ആ സിസ്റ്റത്തെ ഉപയോഗിക്കുന്നത്. ഡാറ്റ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, ഡാറ്റ ഔട്ട്പുട്ട് സ്വീകരിക്കുന്നുണ്ട്. ലൈബ്രറി ഒരു എക്സ്റ്റേണൽ എൻറ്റിറ്റി ആയിട്ടാണ് വരിക. ലൈബ്രറി മെമ്പർ, അയാൾ ഈ സോഫ്റ്റ്വെയർക്ക് യൂസേജ് കിട്ടുന്നുണ്ട്, അയാൾക്ക് അതിൽ നിന്നും ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഒരു മാനേജർ, ലൈബ്രറിയിൽ ഒരു മാനേജർ ഉണ്ടെങ്കിൽ പിന്നെ ആ മാനേജറെ നമുക്ക് വേണമെങ്കിൽ അവിടെ എക്സ്റ്റേണൽ എൻറ്റിറ്റി ആയിട്ട് കാണിക്കാവുന്നതാണ്. മൂന്നാമത്തെ സിമ്പിൾ ഡാറ്റ ഫ്ലോ സിമ്പിൾ ആണ്. ഒരു ഡയറക്റ്റഡ് ആർക്ക് അല്ലെങ്കിൽ ഒരു ഏരോ ആണ് ഡാറ്റ ഫ്ലോ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഒരു ഡാറ്റ ഫ്ലോയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഡാറ്റ ഫ്ലോ സിമ്പിൾ ഉപയോഗിക്കുന്നത്. സാധാരണ രണ്ട് പ്രോസസ്സുകൾ തമ്മിലോ, അതായത് രണ്ട് ബബിൾസ് തമ്മിലോ, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ എൻറ്റിറ്റിയും ഒരു സർക്കിളും, എക്സ്റ്റേണൽ എൻറ്റിറ്റിയും ഒരു പ്രോസസ്സും തമ്മിലായിരിക്കും ഒരു ഡാറ്റ ഫ്ലോ നടക്കുന്നത്. ഡാറ്റ ഫ്ലോ സിമ്പിൾ, അതായത് ഒരു ഏരോ മാർക്കിന് ഡാറ്റ ഫ്ലോക്ക് മുകളിലായി താഴെയായി ഒരു ഡാറ്റ നെയിം കൂടി നമ്മൾ എഴുതേണ്ടതാണ്. ഏത് ഡാറ്റയാണ് പാസ് ചെയ്യുന്നത്, പ്രോസസ്സുകൾ തമ്മിലോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻറ്റിറ്റിയോ തമ്മിലോ എന്ത് ഡാറ്റയാണ് പാസ് ചെയ്യുന്നത് എന്നുള്ളത് അവിടെ ഒരു പേരായിട്ട് അവിടെ രേഖപ്പെടുത്തേണ്ടതാണ്. നാലാമത്തേത് ഡാറ്റ സ്റ്റോർ സിമ്പിൾ ആണ്. ഡാറ്റ സ്റ്റോർ സൂചിപ്പിക്കുന്നത് ഒരു ഫയലിനെയാണ്, ലോജിക്കൽ ഫയലിനെയാണ്. രണ്ട് പാരലൽ ലൈൻസ് ആണ് ഈ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നത്. രണ്ട് പാരലൽ ലൈൻസ് ഇട്ടാൽ നമുക്ക് മനസ്സിലാകും അതൊരു ഫയലാണ്. അല്ലെങ്കിൽ ഒരു ഡാറ്റ സ്ട്രക്ചറുമാണ്, അത് ഡാറ്റ സ്റ്റോർ ആയിട്ടാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എന്തും നമുക്ക് രണ്ട് പാരലൽ ലൈൻ ആയിട്ട് സൂചിപ്പിക്കാവുന്നതാണ്. സാധാരണ പ്രോസസ്സുമായി ആണ് ഡാറ്റ സ്റ്റോർ സിമ്പിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പ്രോസസ്സിൽ നിന്നും ഡാറ്റ ഫ്ലോ വന്നിട്ട് നേരെ ഡാറ്റ സ്റ്റോറിലേക്ക് വരും, അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോറിൽ നിന്നും ഒരു ഡാറ്റ ഫ്ലോ വന്നിട്ട് ഒരു പ്രോസസ്സിലേക്ക് വരും. ഒരു പ്രോസസ്സ് കഴിഞ്ഞ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഫയലിൽ നിന്നും
ഡാറ്റ സ്റ്റോറിൽ നിന്നും റീഡ് ചെയ്യുന്നുണ്ടോ, പ്രോസസ്സർ റീഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു ഏരോ മാർക്ക് നമുക്ക് കാണാവുന്നതാണ് ഡാറ്റ സ്റ്റോറിലേക്ക്, അല്ലെങ്കിൽ ഒരു ഏരോ മാർക്ക് പുറത്തോട്ട് പോകുന്നത് കാണാവുന്നതാണ്. അപ്പോൾ ഇൻ ആൻഡ് ഔട്ട് ആയിട്ടാണ് ഡാറ്റ സ്റ്റോറിൽ നിന്നും ഡാറ്റ പോകുന്നത്. സാധാരണ ഡാറ്റ ഐറ്റംസ് അവിടെ എഴുതാറുണ്ട്. എന്ത് ഡാറ്റയാണ് ഡാറ്റ സ്റ്റോറിൽ നിന്നും പോകുന്നത്, അല്ലെങ്കിൽ എന്ത് ഡാറ്റ ഐറ്റമാണ് ഡാറ്റ സ്റ്റോറിലേക്ക് വരുന്നത് എന്നുള്ളത് ഒരു ഡാറ്റ ഐറ്റമാണ്. നമുക്ക് ഡാറ്റ ഫ്ലോ സിമ്പിളിനകത്ത് അവർ സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ ഒരു സിസ്റ്റത്തിലെ ലോജിക്കൽ ഫയലിനാണ് ഒരു ഡാറ്റ സ്റ്റോർ വഴി റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ട് പാരലൽ ലൈൻസ്. അഞ്ചാമത്തത് ഒരു ഔട്ട്പുട്ട് സിമ്പിൾ ആണ്. ഔട്ട്പുട്ട് സിമ്പിൾ സാധാരണ സൂചിപ്പിക്കുന്നത് ഒരു ഹാർഡ് കോപ്പിയാണ്. നമ്മൾ എന്തെങ്കിലും സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി എന്തെങ്കിലും ഹാർഡ് കോപ്പി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു ഹാർഡ് കോപ്പി സൂചിപ്പിക്കാനായിട്ട് ഒരു ഔട്ട്പുട്ട് സിമ്പിൾ കാണിക്കും. ഒരു റെക്ടാങ്കിളിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മുറിച്ചു മാറ്റപ്പെട്ട സിമ്പിൾ ആയിട്ടാണ് ഔട്ട്പുട്ട് സിമ്പിൾ കാണിക്കുന്നത്. ചിലപ്പോൾ കുറേയധികം ഹാർഡ് കോപ്പി ഉണ്ടാകും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ ഔട്ട്പുട്ട് സിമ്പിൾ കാണിക്കേണ്ടി വരും. സാധാരണ രണ്ട് രീതിയിലുള്ള DFT ഉണ്ട്. ഒന്ന് ഫിസിക്കൽ DFT, മറ്റേത് ലോജിക്കൽ DFT. ഫിസിക്കൽ DFT യോട് ഉദ്ദേശിക്കുന്നത് ഫങ്ഷൻസ് ഇംപ്ലിമെന്റേഷൻ ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നിനെയാണ് ഫിസിക്കൽ DFT ആയിട്ട് പറയുന്നത്. സാധാരണ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഫയൽസ്, പീപ്പിൾ, ഇതൊക്കെ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത് ഫിസിക്കൽ DFT ആയിട്ടാണ്. അപ്പോൾ ഒരു സിസ്റ്റം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഒരു സിസ്റ്റം എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ ഫിസിക്കൽ DFT വഴിയാണ് കാണിക്കുന്നത്. ലോജിക്കൽ DFT ആണെങ്കിൽ അതിന് ഇംപ്ലിമെന്റേഷനുമായി ബന്ധമില്ല. അതിൽ സാധാരണ കാണിക്കുന്നത് എങ്ങനെയാണ് ഡാറ്റ പ്രോസസ്സറുകൾ തമ്മിൽ പാസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൽ ഒരു ഇവന്റ് സംഭവിക്കുന്നത്, ഒരു ഇവന്റിന് എന്തൊക്കെ ഡാറ്റ വേണം, ഇതെല്ലാം കാണിക്കാനായിട്ട് എളുപ്പം നമുക്ക് ലോജിക്കൽ DFT ആണ്. എങ്ങനെയാണ് ഒരു ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഒരു സിസ്റ്റം എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കാനായിട്ടാണ് ലോജിക്കൽ DFT ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് പർപ്പസ് ആണ്. ഒന്ന് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കാണിക്കാനായിട്ട്, മറ്റൊന്ന് ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കാണിക്കാനായിട്ടാണ് ലോജിക്കൽ DFT ഉപയോഗിക്കുന്നത്. DFT ഡിസൈൻ ചെയ്യുമ്പോൾ പ്രധാനമായും രണ്ട് ഓപ്പറേഷൻസ് വരാറുണ്ട്. ഒന്ന് സിങ്ക്രണസ് ഓപ്പറേഷൻ, രണ്ട് അസിങ്ക്രണസ് ഓപ്പറേഷൻ. സിങ്ക്രണസ് ഓപ്പറേഷനിൽ ഒരുമിച്ചാണ് നടക്കുന്നത്. ഫിഗറിൽ കാണുന്ന ആദ്യത്തെ ചിത്രം സൂചിപ്പിക്കുന്നത് സിങ്ക്രണസ് ഡാറ്റയാണ്, ഡാറ്റ ഓപ്പറേഷൻസ് ആണ്. അതായത് അവിടെ ഒരു ഡാറ്റ റീഡ് ചെയ്യുന്നുണ്ട്, റീഡ് നമ്പർ, അതായത് ഒരു ഡാറ്റ ഐറ്റത്തെ റീഡ് ചെയ്യുന്നു. അത് അടുത്ത ഡാറ്റ ഫ്ലോ വഴി വാലിഡേഷന് കൊടുക്കുകയാണ്. അതിനുശേഷം പുറത്തോട്ട് ഡാറ്റ ഫ്ലോ വാലിഡേഷന് കഴിഞ്ഞ നമ്പറാണ് പുറത്തോട്ട് പോകുന്നത്. ഒരു ഡാറ്റ ഐറ്റം വരുന്നു, റീഡ് ചെയ്യുന്നു, അത് വാലിഡേഷൻ നമ്പറിലേക്ക് പാസ് ചെയ്യുന്നു. അതിനുശേഷം വാലിഡേഷൻ നമ്പർ പുറത്തോട്ട് പോകുന്നു, വാലിഡേറ്റ് ചെയ്ത നമ്പറാണ് പുറത്തോട്ട് പോകുന്നത്. ഇവിടെ വാലിഡേറ്റ് നമ്പർ നടക്കണമെങ്കിൽ റീഡ് ചെയ്ത നമ്പർ കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ വാലിഡേഷൻ നമുക്ക് നടത്താൻ കഴിയും. ഒരു പ്രോസസ്സ് മറ്റൊരു പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. വാലിഡേറ്റ് നമ്പർ ചെയ്താൽ മാത്രമേ പിന്നെ അടുത്ത നമ്പർ റീഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു പ്രോസസ്സിൽ നിന്നും ഒരു നമ്പർ അടുത്ത പ്രോസസ്സിലേക്ക് മൂവ് ചെയ്താൽ മാത്രമേ അടുത്ത ഡാറ്റ എടുത്ത് റീഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധമുള്ള രണ്ട് പ്രോസസ്സിനെയാണ് നമ്മൾ സിങ്ക്രണസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ചില പ്രോസസ്സുകൾ തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമില്ലാത്ത പ്രോസസ്സുകളും കാണാൻ കഴിയും. അതിനാണ് നമ്മൾ അസിങ്ക്രണസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അവിടെ ബബിൾസ് അവിടെ ഇൻഡിപെൻഡന്റ് ആണ്. നേരത്തെ ബന്ധമുണ്ടായിരുന്നു, ഇവിടെ അത് ഇൻഡിപെൻഡന്റ് ആണ്. രണ്ടാമത്തെ ചിത്രത്തിൽ നമുക്ക് കാണാം, ഒരു ഡാറ്റ ഐറ്റം വരുന്നു, അതിനെ റീഡ് ചെയ്യുന്നു, അതിനുശേഷം ഡാറ്റ സ്റ്റോറിൽ പോയി അത് അവിടെ ശേഖരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ ഡാറ്റ ഫയലിൽ നിന്നാണ് പിന്നെ അടുത്ത വാലിഡേറ്റ് നമ്പർ കോൾ ചെയ്യുന്നത്. അതിനുശേഷം അവിടെയാണ് വാലിഡേറ്റ് നമ്പർ അവിടെ പ്രവർത്തിക്കുന്നത്.
അപ്പോൾ എപ്പോൾ എത്ര ഡാറ്റ വേണമെന്ന് അവിടെ റീഡ് ചെയ്ത് ഫയലിലോട്ട് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും വാലിഡേറ്റ് നമ്പർ നമുക്ക് ഫയലിൽ നിന്നും റീഡ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. റീഡ് നമ്പറും വാലിഡേറ്റ് നമ്പറും തമ്മിൽ ബന്ധമൊന്നും പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. അതിനെയാണ് നമ്മൾ അസിൻക്രണസ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് ബബിൾസ് തമ്മിലാണ് സിൻക്രണസ് ഓപ്പറേഷനും അസിൻക്രണസ് ഓപ്പറേഷനും നടത്തുന്നത്.